കർത്താവിൻ്റെ ധന്യനാമം ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കും കരുണയ്ക്കായും നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ നമ്മോട് കൂടെ ഉണ്ടാവും. അവിടുത്തെ പ്രവൃത്തികൾ അത്യുത്തമമാണ്. ലോകത്തിലൊരു ശക്തിക്കും അതിനെ തടയാൻ കഴിയുകയില്ല. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല എന്ന് നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ് മാത്രമാണ് വിളിച്ചത്. മനുഷ്യരൊക്കെ നമ്മൾ ലജ്ജിച്ചു എന്ന് പറയുമ്പോൾ ദാവീദ് പറയുന്ന പ്രസ്താവന, അവങ്കലേക്ക് നോക്കിയവർ, ദൈവത്തിങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. നോക്കിയവരുടെ മുഖം ലജ്ജിച്ചു പോയി. സഹോദരങ്ങളെ ഇത് നാളുകളിലൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കും. അവിടുത്തെ പെരുമുഖത്തേക്ക് നോക്കിയെങ്കിൽ നമ്മൾ ലജ്ജിച്ചോ? നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ശ്രേഷ്ഠകരമായ പാന്താവിലൂടെ അവിടെ നടത്തിയില്ലേ? നമ്മുടെ ലജ്ജയും അപമാനത്തെയും വേദനകളെയും സങ്കടങ്ങളെയും എല്ലാം അറിഞ്ഞ് സങ്കടദേശത്തെയും നമ്മളെ നടത്തിയില്ലേ? നിൽക്കാൻ സാധ്യതയില്ല, നീ ഇവിടെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിടത്ത് ദൈവം അതത് സമയത്ത് മറ്റുള്ളവർ കാണുക, നീ ഒരു പാഴാണ്, ശൂന്യമാണ് എന്ന് പറഞ്ഞിടത്ത് ഇല്ല, നല്ലത് എന്ന് പറയിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടു വന്നതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യണം. മനുഷ്യൻ തള്ളുമ്പോൾ, മനുഷ്യൻ മാറ്റി നിർത്തുമ്പോൾ, വില കൽപ്പിക്കാതിരിക്കുമ്പോൾ, ദാവീദേ, ദൈവമാണ് നിനക്ക് വില കൽപ്പിക്കുന്നത്. നോക്കൂ, എല്ലാവരും തള്ളിയ ഒരിടയച്ചെറുക്കൻ, മാറ്റി നിർത്തപ്പെട്ടവൻ, ഇസ്രായേലിൻ്റെ മുഴുവൻ രാജാവായിട്ട് മാറ്റപ്പെട്ടില്ലേ? ഇതാ ദൈവത്തിൻ്റെ പ്ലാൻ. സഹോദരങ്ങളെ, കുടുംബക്കാരും രക്തബന്ധങ്ങളും കൂടെ നിൽക്കേണ്ടവരും കൂടപ്പുറപ്പുകളും കൈത്താങ്ങൽ നൽകേണ്ടവരും കരുത്ത് വരേണ്ടവരും ഒക്കെ നമ്മളെ തള്ളിപ്പറയുമ്പോൾ, എതിരെ സംസാരിക്കുമ്പോൾ നിരാശപ്പെടരുത്. യേശുവിൻ്റെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? നമ്മുടെ വഴികളുടെ കുറവ് തീർക്കുന്ന, ശക്തി കൊണ്ട് അരമുറുക്കുന്ന ദൈവത്തിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ ദൈവം ശ്രേഷ്ഠനായ ദൈവമാണ്. ഈ ദൈവം ഉന്നതനായ ദൈവമാണ്. ഈ ദൈവം മഹാനായ ദൈവമാണ്. നിർജ്ജീവമായതിനെ ജീവിപ്പിക്കാൻ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഇന്ന് പ്രഭാതത്തിൽ തിരിച്ചറിഞ്ഞ് അവിടുത്തേക്ക് മഹത്വം കരേറ്റാൻ നമുക്കൊന്ന് തയ്യാറാവാം. സർവശക്തിയുള്ള ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഓവെങ്കിലെ സന്തോഷം ഞങ്ങളുടെ ബലമാണെന്ന് ധൈര്യത്തോടെ പറയാൻ ഇടയാവട്ടെ. ദൈവാശ്രയം ഇന്നിപ്പോൾ നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. തങ്ങളാശ്രയിക്കുന്നവരെ നീ ഉപേക്ഷിക്കില്ലെന്നോ എന്ന് വചനം പറയുന്നത് പോലെ ആശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവം, ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവം, സ്നേഹിക്കുന്നവരെ അറിയുന്ന ദൈവം. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കും. പ്രിയരെ, മറ്റാരും നമ്മെ അറിഞ്ഞില്ലെങ്കിലും അറിയുന്ന ഒരുവനുണ്ട് കേട്ടോ. മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയില്ലെങ്കിലും നിരാശപ്പെടരുത്. ഉള്ളതുപോലെ അറിയുന്നവൻ. അതുപോലെ നമ്മുടെ കർത്താവ് നമ്മളെ അറിഞ്ഞാൽ നമ്മൾ ശക്തരായി തീരുക, നമ്മുടെ അകത്തൊരു ബലം വ്യാപരിക്കുക. ലോകം അറിയുന്നത് പോലല്ല ദൈവം നമ്മെ അറിയുന്നത്. ലോകത്ത് നമ്മുടെ അകത്ത വിഷയങ്ങൾ നമ്മൾ ഭാരപ്പെടുന്നത്, നമ്മുടെ ഉള്ളിലുള്ള സങ്കടങ്ങൾ അറിയാൻ പറ്റില്ല, പരിധികളുണ്ട്.
ഒരു വ്യക്തിക്കും അതിൻ്റെ ആഴം അതുപോലെ അറിയാൻ പറ്റില്ല. പക്ഷേ അറിഞ്ഞിട്ട് പറയുന്നു, ഇതാ ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും, നീ ഭയപ്പെടണ്ട എന്ന് പറയുന്ന ശബ്ദം ഇന്നും അവിടെ നമ്മെ കേൾപ്പിക്കുന്നു. അതിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കർത്താവ് സഹായിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നെഹമ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം 9-ാമത് വാക്യം. വേല നടക്കാതെ വണ്ണം അവരുടെ ധൈര്യം ക്ഷയിച്ചു പോകണമേ എന്ന് പറഞ്ഞ് അവരൊക്കെയും ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കി. ആകയാൽ ദൈവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ. യെരൂശലേമിൻ്റെ മതിൽ ഇടിഞ്ഞു, അതിൻ്റെ വാതിൽ തീ വെച്ച് ചുട്ടും കേട്ടതറിഞ്ഞ കരഞ്ഞ നെഹമ്യാവ് ദൈവപ്രവർത്തിക്കായി പുറപ്പെട്ടു വരിക. ആ സമയത്ത് അവരെ ഭയപ്പെടുത്തുവാൻ നോക്കിയ ശക്തികൾ, ഇല്ലാത്ത കാര്യമുണ്ടാക്കി പറയുന്ന ചില വ്യാപാരങ്ങൾ, പണിയിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചില ശക്തികൾ, ഗേഷേമും സൻബല്ലത്ത് തോബിയ നമുക്കറിയാമല്ലോ. അവർ കഥകളൊക്കെ ചമച്ച് ദൈവിക പദ്ധതികളെ അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്തൻ്റെ ഒരു പ്രാർത്ഥനയാണ്, ഈ വേല നടത്താതെ വണ്ണം അവരുടെ ധൈര്യം, അല്ലെങ്കിൽ ഞങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകണമെന്ന് പറഞ്ഞ് അവരൊക്കെ ഞങ്ങളെ ഭയപ്പെടുത്തുവാൻ നോക്കുകയാണ്. പ്രിയരെ, മുൻപോട്ട് ചില പ്രവർത്തികൾ ചെയ്യാൻ സ്റ്റെപ്പ് എടുക്കുമ്പോൾ, നിയോഗമനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ, പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവപ്രവർത്തിക്ക് വേണ്ടി അടുത്ത തലത്തിലേക്ക് നടത്തപ്പെടുമ്പോൾ ഭയപ്പെടുത്തുവാൻ, ധൈര്യത്തെ ക്ഷയിപ്പിക്കുവാൻ നിൽക്കുന്ന ചില ശക്തമായ വെല്ലുവിളികൾ പരിശുദ്ധാത്മാവ് ഇന്നു പകൽ വ്യക്തമായി കാണുന്നു. ആവർത്തിച്ചു പറയുന്നു, ദൈവിക നിയോഗത്തിലേക്ക് നടന്നെടുക്കുവാൻ, ദൈവിക വാഗ്ദത്ത ശബ്ദം കേട്ട് മുൻപോട്ട് മൂവ് ചെയ്യുന്ന ചിലരെ ഭയപ്പെടുത്തുവാൻ എന്തായിത്തീരും, ഇത് നടക്കുമോ, ഇതിന് സ്റ്റെപ്പ് വെച്ചാൽ കുഴഞ്ഞു പോകുമോ, ഇത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങുമോ എന്ന് ചിന്തിപ്പിച്ച് നിങ്ങളുടെ അകത്ത് കലക്കമുണ്ടാക്കി, ഹൃദയത്തിനകത്ത് കലക്കമുണ്ടാക്കി മനസ്സാന്നിധ്യത്തെ ക്ഷയിപ്പിക്കുന്ന ചില ശക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം ജയം നൽകുന്ന പ്രഭാതമത്രേ. ആഴമായൊരു സന്ദേശമാണ് നിങ്ങളോട് പറയാൻ നിയോഗമുള്ളത്. ശ്രദ്ധിച്ചു കേൾക്കണമേ. ആകയാൽ ദൈവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ എന്ന നെഹമ്യാവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനയാണ് അവിടെ നാം കേട്ടത്. ധൈര്യപ്പെടുത്തണമേ, മൈൻഡിനെ ഇടിക്കുവാൻ, ദൈവിക പദ്ധതികളെ പൊളിക്കുവാൻ, ദൈവം നൽകിയ നിയോഗങ്ങളെ ഇല്ലാതാക്കുവാൻ, എടുത്ത സ്റ്റെപ്പുകളെ പകുതി വഴിക്ക് അസ്തമിച്ച് കൈകൾ പുറകോട്ട് വലിപ്പിക്കാൻ, ദൈവശബ്ദം കേട്ട് നീ മുമ്പോട്ട് പോയപ്പോൾ നിന്നെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത് പോലെ ഒരിടത്ത് ഒതുക്കി നിർത്തുവാൻ, വീര്യത്തെ കെടുത്തുവാൻ, ദൈവിക പദ്ധതികൾക്കെതിരെ നിൽക്കുന്ന ശക്തമായ ചില വെല്ലുവിളികൾ, ചില കൂട്ടുകെട്ടുകൾ, ദൈവിക കുടുംബങ്ങൾക്കെതിരെ, തലമുറകൾക്കെതിരെ അണിയറയിൽ ഒതുക്കുന്ന, നിങ്ങളെ ഒതുക്കിക്കളയാൻ ശ്രമിക്കുന്ന ചില പദ്ധതികളെ ദൈവാത്മാവ് ഇന്ന് പകൽ പൊളിക്കാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. എന്നിട്ട് നമുക്കറിയാം, ചിലർ വന്ന് നെഹമ്യാനോട് പറയുകയാണ്, ഇവിടുന്ന് ഓടിപ്പോണം, അഭയം പ്രാപിക്കുന്നിടത്ത് നീ അഭയം പ്രാപിച്ചോ, ഒളിച്ചിരുന്നോ. നെഹമ്യാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ശക്തമായി ദൈവിക ഇടപെടൽ വന്നു. തൻ്റെ അകത്ത് വലിയ കരുത്ത് വന്നു, ധൈര്യം വന്നിട്ട് താൻ പറയുക, ഇല്ല, എന്നെ പോലെയുള്ള ഒരുത്തൻ ഓടിപ്പോകത്തില്ല. ഞാൻ ഇവിടെ നിന്ന് ദൈവം നൽകിയ നിയോഗമനുസരിച്ച് ആ പ്രവർത്തികൾ ഞാൻ പൂർത്തീകരിക്കും, അത് ഞാൻ ചെയ്യും. ആരൊക്കെ ഇപ്പുറത്ത് നടക്കത്തില്ല, നടപ്പിലാക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാലും ഞാൻ ഓടത്തില്ല. എന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കേണ്ടത്, ഈ
ദേശത്ത്, ഈ ഇടത്ത് ദൈവം ചെയ്യിപ്പിക്കുമെന്ന് നിശ്ചയമുള്ളവർ ആമേൻ പറ. നീ നിൻ്റെ കുടുംബം ഓടിപ്പോകേണ്ടവരല്ല. നിൻ്റെ തലമുറകൾ പുറകോട്ട് പോകേണ്ടവരല്ല. നിൻ്റെ വ്യക്തിത്വം അസ്തമിക്കേണ്ടതല്ല. ദൈവം നൽകിയ നിയോഗം പകുതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടതല്ലെന്ന് ദൈവാത്മാവ് ചില വ്യക്തികളെ നോക്കി സന്ദേശം അറിയിക്കുന്നു. നിയോഗം പ്രാപിച്ച മനുഷ്യൻ പറയുകയാണ്, അതിന് ഞാൻ എന്നെ പോലെയുള്ള ഒരുവൻ ഓടിപ്പോകുമോ? എന്നെ പോലെയുള്ള ഒരുത്തൻ ജീവരക്ഷയ്ക്കായി മന്ദിരത്തിലേക്ക് പോകുമോ? ഞാൻ പോകയില്ല. മറ്റു ശക്തികളെ ദൈവം അയച്ചിട്ടില്ല ഈ പദ്ധതിയെ തകർക്കാൻ. ദൈവം ഒരു മനുഷ്യൻ്റെ പദ്ധതിയെ മുൻപോട്ട് നയിക്കുമ്പോൾ അതിനെ തകർക്കാൻ ദൈവം അയക്കാതെ, ദൈവം അനുവദിക്കാതെ ഒരു ശക്തിക്ക് നടപ്പിലാക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയെങ്കിൽ ധൈര്യപ്പെട്ടോണോ. നിങ്ങളുടെ മേൽ ദൈവം നൽകുന്ന ദൈവിക അരുളപ്പാടുകൾ, ദൈവത്തിൻ്റെ വ്യക്തിത്വം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മറ്റു ചില ശക്തികൾ തടസ്സപ്പെടുത്താൻ വന്നാൽ ദൈവാത്മാവിന് പറയാനുള്ള ദൈവം അവരെ അയച്ചിട്ടില്ല. ദൈവം അയക്കാതെ ഒരു ശക്തിക്കും അതിനെ തടയാൻ പറ്റത്തില്ല. ധൈര്യത്തോടെ മുമ്പോട്ട് പോകും, ധൈര്യത്തോടെ സ്റ്റെപ്പ് എടുക്കുമോ, നിങ്ങളത് ചെയ്യുമോ? യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുക. ചിലതിനെ വന്ന വഴിക്ക് ചങ്ങല വലിച്ചിട്ടതുപോലെ ഫുൾ സ്റ്റോപ്പിട്ട് നിർത്തിയ ചില ശക്തമായ വെല്ലുവിളികൾ യേശുവിൻ്റെ നാമത്തിൽ സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ ഒതുക്കിയ മണ്ഡലങ്ങൾ ഇന്ന് പോലെ തകരി യേശുവിൻ്റെ നാമത്തിൽ പറ. ഞങ്ങളിത് പൂർത്തീകരിക്കും, ഞങ്ങളിത് ചെയ്യും. ദൈവശബ്ദം ഞങ്ങളുടെ കുടുംബങ്ങളിൽ അത് സംഭവിക്കാൻ പോകുന്നു. ഞങ്ങളുടെ ശരീരത്തിൽ അത് സംഭവിക്കാൻ പോകുന്നു. ഞങ്ങളുടെ ആലയത്തിൽ അത് സംഭവിക്കാൻ പോകുന്നു. ഞങ്ങളുടെ മിനിസ്ട്രിയിൽ അത് സംഭവിക്കാൻ പോകുന്നു. തലമുറകളിൽ സംഭവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ആയിരിക്കുന്ന രാജ്യത്ത് അത് ഓടിപ്പോകത്തില്ലെന്ന് പറ. യേശുവിൻ്റെ നാമത്തിൽ സർവശക്തിയുള്ള ദൈവമേ, സ്വർഗത്തിലും ഭൂമിക്കും സകലവിധ അധികാരം ഉല്ലഭിച്ച വാഴ്ത്തപ്പെട്ട കർത്താവേ, ഇവിടെ വചനത്തിൻ്റെ ശക്തിയൊക്കെ ഞങ്ങൾ ഇന്ന് പകൽ മൂവ് ചെയ്യുന്നു. പകച്ചു നിൽക്കുന്ന ഡിസിഷൻ ഇനി എടുത്തിട്ട് പരാജയപ്പെടുമോ എന്ന് ചിന്തിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് മുമ്പോട്ട് പോവുക. ദൈവപ്രവൃത്തി ഇന്ന് പകൽ വെളിപ്പെടുന്നതിന് സ്തോത്രം, അത് പൂർത്തീകരിക്കുന്നതിന് സ്തോത്രം. അത് കർത്താവെ എത്തിക്കേണ്ട ഇടത്ത് ദൈവം എത്തിക്കുന്നതിന് സ്തോത്രം. അത് കർത്താവിനാൽ വിജയത്തിലേക്ക് നയിക്കപ്പെടുന്നതിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾക്ക് സ്തോത്രം, ദൈവപ്രവൃത്തിക്ക് സ്തോത്രം, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടലുകൾക്ക് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, അധൈര്യപ്പെടുത്താൻ, ധൈര്യത്തെ ചോർത്തിക്കളയാൻ, ബലത്തെ ഇല്ലാതാക്കാൻ, നിയമത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ കണ്ട് പ്രാർത്ഥിക്കൂ. ദൈവം കരുത്തും കൃപയും ബലവും ധൈര്യവും നൽകി നിങ്ങൾ എഴുന്നേൽപ്പിക്കും. നിങ്ങൾ ശക്തരായി നിൽക്കും. ചില പ്രഖ്യാപനങ്ങൾ നടത്തൂ. ഈ വചനങ്ങൾ എന്നോട് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.